ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മഷ്റൂം വെച്ച് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷ് തയ്യാറാക്കിയാലോ. ഞാനിവിടെ 250 ഗ്രാം ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇതിനെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. ഇതവിടെ ഇരുന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് മറ്റൊരു പാനിൽ നമുക്ക് അല്പം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് അതിൽ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ രണ്ട് പാനിലായിട്ട് മഷ്റൂമും സവോള ക്യാപ്സിക്കം മിക്സും ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി പാനിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് മൈദ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായി ഇളക്കി ചൂടാകുക. ചൂടായി അതൊന്നും ബട്ടറുമായി മിക്സായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നമ്മളിവിടെ വൈറ്റ് സോസാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ ഒറിഗാനോയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി നല്ല ക്രീമി ആക്കി എടുക്കാം. എത്ര വേഗം റെഡിയായില്ലേ! വളരെ ഈസിയാണ്, അതും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. ചപ്പാത്തിയോടൊപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും.